ഇപ്പൊ എല്ലാ ബ്രൈഡ്സിനും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദ സ്കിൻ മസ്റ്റ് ഫീൽ ലൈക്ക് സ്കിൻ ഓൺലി, അല്ലാതെ ഭയങ്കര മേക്കപ്പ് ഇട്ട് മെയ്ഡപ്പ് ആയിട്ട് തോന്നാൻ പാടില്ല. അങ്ങനെ ഒരു ലുക്ക് ഉണ്ടോ ബ്രൈഡേ? എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ കിട്ടി. അതെ, അതായത് സ്കിന്നിന് ഒരിക്കലും ഒരു മെയ്ഡപ്പ് ലുക്ക് ഇല്ലാത്ത രീതിയിൽ സെയിം സ്കിൻ ടോൺ കീപ്പ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ കണ്ണിലൊക്കെ നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്ത് ഒരു ഗ്രീനും ഒരു റെഡും ടിൻറ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കണ്ണിന്റെ മേക്കപ്പ് ഇട്ട്. കണ്ണ് നല്ല ഭംഗിയുള്ള കണ്ണായതുകൊണ്ട് തന്നെ കുറച്ചൊരു വാലിട്ട് എഴുതി, തീരെ വാലിട്ട് എഴുതിയില്ല എങ്കിൽ അത് ട്രഡീഷണൽ ടച്ചിലേക്ക് പോകും. ഇത് കണ്ടോ ഓർണമെന്റ്സ്, ഇതെല്ലാം ബ്രൈഡിന്റെ സെലക്ഷൻ ആണ്, പറയാതിരിക്കാൻ വയ്യ. കിടില ഓർണമെന്റ്സ്, മൾട്ടി കളറാണിത് വന്നിട്ട്. ഇതിൽ സ്റ്റോൺസും കുന്തൻ സ്റ്റോൺസും പേളും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. പിന്നെ ഡ്രസ്സ് വന്നപ്പോൾ തന്നെ ആദ്യം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബ്രൈഡിനെ ഞങ്ങൾ റൂമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞതാണ് ഈ ഡ്രസ്സിന്റെ കളറും ആ ഒരു കോമ്പിനേഷനും ഡേർട്ടി ഗ്രീനില് ആന്റിക് ഗോൾഡ്. റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫും ഒക്കെ ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് റിസപ്ഷനിൽ നിന്ന് സ്റ്റാഫൊക്കെ വന്നു കാണാനായിട്ട് ഒരുങ്ങിയതിന് ശേഷം ഇത് എങ്ങനെയാണെന്ന്. കാര്യം അത്ര ഒരു യുണീക്ക്, സ്ഥിരം കാണാത്തൊരു പാറ്റേണിലെ ഗൗണാണ്. പിന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലിന്റെ കാര്യം പറയാം. നമ്മൾ ആദ്യം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ പിടിക്കാൻ നോക്കി, പക്ഷെ ആളിനത് ചേരുന്നില്ല. അങ്ങനെ അത് മാറ്റി എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് കോമ്പിനേഷൻ ആക്കിയിട്ട് ഒരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തു. ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് വെച്ചത്. അതിൽ കുഞ്ഞതായിട്ട് ഇങ്ങനെ കളേഴ്സ് ഒക്കെ കാണുന്ന രീതിയിൽ ഹെയർ സെറ്റ് ചെയ്ത് ആളെ റെഡിയാക്കി. അങ്ങനെ ബ്രൈഡ് ഹാപ്പി ആണെന്നാണ് എൻ്റെ വിശ്വാസം. മുഖത്തുനിന്ന് നിങ്ങൾക്കും അത് വായിച്ചെടുക്കാൻ പറ്റും, പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഭയങ്കര കൺസേൺ ആണ്, നമ്മൾ സജഷൻസ് കേൾക്കും. അങ്ങനെ കുറെ പേർക്കൊക്കെ എപ്പോഴും ഡൗട്ടാണ്, സജഷൻ കേൾക്കും അതോ നമ്മുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധം പിടിപ്പിക്കുമോന്ന്. അയ്യോ, ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് വേണം, എങ്ങനെ വേണം. ഞാനത് ആൻറ്റി അടുത്തും ചേച്ചിയടുത്തും പറഞ്ഞു, അതുപോലെ ചെയ്തു തന്നു. പിന്നെ എന്താണ്, നമ്മുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ അതുപോലെ ക്ലിയർ ചെയ്തൊരു ഫാമിലി പോലെ നിന്ന് എല്ലാം. പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ റീൽസ് കാണുന്ന നാൾ മുതലേ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഇവരെ. നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഇസ് റെഡി. റിവ്യൂ ആണ് മോർ ഇമ്പോർട്ടന്റ്. ഹൗ ഡു യു റേറ്റ് us and what's the review? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചിന്റെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് നല്ല രീതിക്ക് തന്നെ ആന്റിയും ചേച്ചിയും സൂപ്പറായി ചെയ്തു തന്നു. Thank you so much for that. And thanks for choosing Tanima. You came all the way from Kollam to the makeup. Thank you for that. She's the reason for that. കുറെ നാളായി പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ്. പുള്ളിക്കാരി ബിഗ് ഫാൻ ആണ് ആന്റിന്റെ ചേച്ചിന്റെ. സോ ഞാനിപ്പോ നല്ലൊരു ഫാനായി മാറിക്കുന്നു. തീർച്ചയായും ഇനി ഞാൻ വരും ഇവിടെ. Thank you so much guys.